ഞാൻ ചത്തിയറ സ്കൂളിലെ റിട്ടയേർഡ് ഹിന്ദി അധ്യാപകനാണ്. പേര് മധു. ഞാൻ പെൻഷൻ ആയതിനു ശേഷം ഒരു സംരംഭം തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ചത്തിയറ സ്കൂളിന് പടിഞ്ഞാറ് വശത്തായിട്ട് ഞാനൊരു ശകലം ഭൂമി വാങ്ങി. അത് അല്പം താഴ്ചയുള്ള ഭൂമിയായിരുന്നു. അത് ഒരു 106 ലോഡ് മണ്ണടിച്ചിട്ടാണ് ഞാൻ ഇത് ഉയർത്തി. സൈഡ് കെട്ടുന്നതിന് 3.5 ലക്ഷം രൂപയായി. പിന്നീട് ഇതിൻ്റെ പുതിയ LG കമ്പനിയുടെ തന്നെ മിഷൻ വേണം സർവീസ് സ്റ്റേഷൻ ഉണ്ടാക്കാനായിട്ട്. അത് ഞാൻ പ്ലാൻ ചെയ്ത് വ്യവസായ വകുപ്പിനെ സമീപിച്ചു. അവർ ഒരു 20 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റൊക്കെ ഇട്ട് എനിക്കൊരു 1880 SBIയിൽ നിന്ന് ലോണും കിട്ടി. സാറിനെ സംബന്ധിച്ച് സാറ് ഒരു അധ്യാപകനായിരുന്നു. വിരമിച്ച ശേഷം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിൽ. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ 2-3 വണ്ടിയുണ്ട്. എങ്കിലും സർവീസ് ചെയ്യാൻ ആദ്യമായിട്ടാണ് വണ്ടി കൊണ്ടുവരുന്നത്. ഈ വളരെ തൃപ്തികരമായിട്ടുള്ള സർവീസിംഗ് ആണ്. സാധാരണ നമ്മളൊരു എങ്ങനെ എൻ്റെ വണ്ടിയാണ്. എന്നെ പഠിപ്പിച്ച് അധ്യാപകനാകിയ വാസ്തവത്തിൽ ആ ഒരു മനപ്പാടുമൊക്കെ എനിക്ക് മറക്കാനൊന്നുമില്ല. നമ്മൾ മറ്റൊരു സർവീസ് സെന്ററിൽ പോയ ഇതുപോലെ അത്രയും വണ്ടി വൃത്തിയാകത്തില്ല, ഉറപ്പായിട്ടും. ആഘോഷമൊക്കെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേര് തന്നെയാണ് ചെയ്യുന്നത്. അതെ 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 അതെ. അധ്യാപകനാണ് ഞാൻ തന്നെ ചെയ്യുക. ഓണറാകുമ്പോൾ അവിടെ കസേര മാത്രം കയറി. അതാണ് എന്റെ പ്രത്യേകത. അല്പം പോട്ടെ, നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കൂടി കിട്ടുമല്ലോ. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മുടെ അല്ലെങ്കിൽ പല വലുതാകുന്ന അധ്യാപകരും റിട്ടയർ ചെയ്തതിനു ശേഷം മരുന്നും ഗുളികയായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. എനിക്കാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ദിവസവും ഒരാളിന്റെ പണി ചെയ്യാതെ ചേട്ടൻ ഉറങ്ങത്തില്ല. അതുപോലെയുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനം ഇപ്പം ആളൊക്കെ ഇഷ്ടംപോലെ ആയി വരുന്നുണ്ട്. മറ്റേ സ്ഥാപനത്തെ സംബന്ധിച്ച് ഭൗതിക സാഹചര്യങ്ങൾ നല്ല മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇവിടെ വന്നാൽ ഇരിക്കാനായാലും നമുക്ക് സമയം പോകുന്ന നമ്മൾ അറിയത്തില്ല. ചുറ്റുപാടുമൊക്കെ ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കൂടെയാണ്. ഇദ്ദേഹമാണ് സൂപ്പർവൈസർ. നമ്മുടെ പ്രീമിയം വണ്ടികളിൽ വോൾവോ വണ്ടിയാണ്. ഈ വണ്ടികൾ ഇവിടെ 2ാമത്തെ സർവീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ആദ്യമേ ഇതുപോലെ വാക്കും പിടിച്ച് ഇദ്ദേഹത്തിന്റെ പേര് പ്രസാദ്. അദ്ദേഹം ഒരു റിട്ടയർഡ് എക്സ് ആണ്. ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് വന്ന് കൂടിയിരിക്കുക. അപ്പം ഈ വണ്ടി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു 1.5 മാസത്തോളമായി വന്ന് ഇത് ക്ലീൻ ചെയ്ത് പോയതാണ്. ഇപ്പം വീണ്ടും 2ാമത്തെ സർവീസിനായിട്ട് വന്നിരിക്കുക. അപ്പം നല്ല വിലപിടിപ്പുള്ള 2.5 കോടിയും ഒക്കെ വിലയുള്ള വാഹനങ്ങളാണ്. അപ്പം എല്ലാ വണ്ടിയും നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മാരുതി ആയാലും എല്ലാ വാഹനങ്ങളും, ഹുണ്ടായുടെയും എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അവർക്ക് തൃപ്തികരമായിട്ടാണല്ലോ 2ാമത് വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇനി ഒരു സർവീസ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ 4ാമത്തത് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും. ശാലീനം ഹൈടെക് കാർ വാഷ് ചത്തിയറ. അപ്പം ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കസ്റ്റമർ വിളിച്ചാൽ വീട്ടിൽ വന്ന് ഉത്തരവാദിത്തോടു കൂടി വാഹനം എടുത്ത് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വൃത്തിയായി സർവീസ് ചെയ്ത്, അതുപോലെ തന്നെ അണ്ടർ കോട്ടിങ് പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ. പിന്നെ ഗ്രീസ് അടിക്കേണ്ട വാഹനങ്ങളാണെങ്കിൽ അതുകൊണ്ട് വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് തിരിച്ച് വാഹനം വീട്ടിലെത്തിക്കണമെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രത്യേകത. പിന്നെ ഹൈടെക് കാർ വാഷ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എമർജൻസി വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വാഷ് ചെയ്ത് പോകാൻ ഒരു 30 മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ജാക്കിപ്പുറത്ത് ചെയ്യുന്ന വാഷിംഗ് ആണ്. അത് ഒരു വണ്ടി ഏകദേശം 1 മണിക്കൂറെങ്കിലും വേണം ഈ ജാക്കിയിൽ വാഷ് ചെയ്ത്. ജാക്കിയിലോ സ്പീഡിൽ പോകണമെങ്കിൽ ഹൈടെക് ഇതിനകത്ത് കയറ്റി പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കും. അതല്ല അല്പം കൂടെ അതിന് അണ്ടർ ബോഡിയൊക്കെ കുറെ കൂടെ ക്ലീനായിട്ട് കിട്ടുന്നതിന് വേണ്ടി ചിലർ പറയും ജാക്കിയിൽ കയറ്റിയാൽ മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇന്റീരിയൽ
ക്ലീൻ ചെയ്യും. അത് ഇന്റീരിയർ ക്ലീനിങ് ഒരുപാട് ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ക്ലീൻ ചെയ്താണ്ട് ഇപ്പം ഓരോ ഡോറും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയിലാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ അഴുക്കെല്ലാം ഞങ്ങൾ വൃത്തിയാക്കും. അതിന് നമ്മൾ അഡീഷണൽ ഒരു ചാർജ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ 3 സർവീസ് നമ്മളിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞൊരു 2 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ 2 മാസമല്ല 6 മാസത്തിനുള്ളിൽ 2 സർവീസ് കൂടെ ചെയ്യുന്നവർക്ക് ഒരു സർവീസ് 4ാമത്തെ സർവീസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അത് നമ്മുടെ ഈ ശാലീനം കാർ വാഷിന്റെ ഈ പരിസര പ്രദേശത്തുള്ളതിൽ ഒരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ വാഹനം വോൾവോ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈടെക് കാർ വാഷിലെ വാഷ് ചെയ്യാനായിട്ട് അതിലേക്ക് കൊണ്ടുപോവാണ്. അകത്തേക്ക് കയറി. പ്രീമിയം വാഹനങ്ങളൊക്കെ ഇതിനകത്ത് വളരെ പെട്ടെന്ന് വാഷ് ചെയ്തിറക്കാം. ഇവിടെ ചെറിയ കാറുകൾക്ക് ഈ സെൻസറിന്റെ ഇതാണ്. ചെറിയ കാറിന് കുറെ മുന്നോട്ട് നീക്കണം. വലിയ കാറുകൾക്ക് ഇത് മാക്സിമം പുറകറ്റം വരെ കൊണ്ടു വെക്കണം. അത് ഈ സെൻസർ വന്നിട്ട് അത് തിരിച്ചു പോകും. വാഷ് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഈ ട്രിപ്പ് വെള്ളം അടിച്ചു വരിക. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഷാമ്പു ഇട്ട് പോകും. മറ്റേ ഷാമ്പു തന്നെ തിരിച്ചു പോകുമ്പോൾ ഷാമ്പു ഇട്ടത് പോകും. ഷാമ്പു ഇട്ട് പോവാണ്. ഇനി 2 സൈഡിൽ നിന്ന് അതൊന്ന് തുടച്ചു കൊടുക്കണം. ഷാമ്പു കുറച്ചുകൂടെ തിക്കായിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ അടിച്ചു കൊടുക്കും. മറ്റേത് കൊണ്ട് വാഷ് ഇതാകും. എന്നാലും കുറച്ചുകൂടെ തിക്കായിട്ട് കാണുമ്പോൾ ഒരു ഇമ്പം കിട്ടും. കുറച്ചുകൂടെ തിക്കായിട്ട് ഇത് കൊടുക്കുമ്പോഴേ അത് കുറെ കൂടെ കട്ടിയായിട്ട് ഫോം പിടിച്ചു നിൽക്കും. ഫോം ഞാനിവിടെ തൂക്കണോ? ലോനോ സൈഡ് ഇത് മൊത്തം തുടക്കില്ലേ സാറേ? ഇത് 2 സൈഡും തുടച്ചതിന് ശേഷം വീണ്ടും ഇത് വെള്ളം അടിച്ച് പിന്നെ അടിഭാഗത്തെ അതിന് വേറെ ഗണ്ണ അടിക്കൂടെ ഒരു നിരപ്പ് ഗണ്ണ് ഇങ്ങനെ വന്ന് അടിഭാഗത്ത് അണ്ടർബോഡി മുഴുവനും അതിപ്പോൾ നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ ഇത് ഒക്കെ അടിച്ചതിന് ശേഷം ഇപ്പം സെക്കൻഡ് വാഷ് തുടങ്ങുക. ഓണൊക്കെ സ്വിച്ച് അതിങ്ങനെ 2 വശത്തു നിന്നും വന്നിങ്ങനെ പോരും. അപ്പം പുക പോലെ വരുന്നുണ്ട്. 2 വശത്തു നിന്നും അടിക്കുന്നത് പോലെ വരുക. ഒരേ രീതിയിൽ നമ്മൾ അല്ലാതെ കണ്ട് കണ്ണ് വെച്ചടിച്ചു കഴിഞ്ഞാൽ പല ഭാഗത്തായിട്ട് പോകും. ഇത് ഒരേ രീതിയിൽ തന്നെ വരും. ഇത് ഒരു പ്രാവശ്യം കൂടി വിടും. അടിഭാഗത്തെ ഗണ്ണ് ഓണാക്കി അടിക്കുമെന്ന് അടിച്ചു വരും.
റോഡിൽ കൂടെ പോകുന്നവരെല്ലാം ഈ ചീര കൃഷിയും എൻ്റെ ഈ സംരംഭവും വളരെ വളരെ വൃത്തിയായിട്ടാണ് ഈ പരിസരം എല്ലാം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 47 32 0807. പിന്നെ ഒരു നമ്പർ കൂടെ ഉണ്ട്, 790 760 6321 എന്ന നമ്പറിൽ വിളിച്ച് നമുക്ക് സർവീസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിളിച്ച് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ് പള്ളികുന്നം. അപ്പോൾ മധുസാറിൻ്റെ ശാലീനം ഹൈടെക് കാർ വാഷിംഗ് സെൻറ്ററിലെ കുറേയധികം കാഴ്ചകൾ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പുതിയതായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളത്താണ്. ചാരുമൂടിന് അടുത്താണ്. താമരക്കുളം ചത്തിയറ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.